ആ ഘട്ടത്തിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന സമീപനമായിരുന്നു എടുത്തത്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലുള്ള കാലയളവ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാണാൻ നമുക്ക് കഴിയും. അങ്ങനെയൊരു നിലപാടാണ് എടുത്തിരുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും ഒത്തുചേർന്നുകൊണ്ട് LDFനെയും LDF സർക്കാരിനെയും ആക്രമിക്കുന്നൊരു നില എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ആ ഘട്ടത്തിൽ എത്തിച്ചേർന്നത്. അതിൻ്റെയൊക്കെ സ്വാഭാവിക പരിണാമങ്ങൾ ഓരോ പാർട്ടിക്കും സംഭവിക്കുമെന്ന് കണ്ടാൽ മതി. നമ്മൾ അത്രയും അതിനെപ്പറ്റി കാണേണ്ടതുണ്ട്. ആഘോഷിക്കുമ്പോൾ ഭരണ തുടർച്ച എന്നുള്ള ഒരു പിണറായി തേർഡ് ലോഡിംഗ് എന്നുള്ള ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CM അതിനെ എങ്ങനെയാണ് കാണുന്നത് ഭരണ തുടർച്ചയുടെ സാഹചര്യത്തെ? ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും നമ്മുടെ മുന്നിലില്ലാലോ. ഇപ്പൊ ഈ വർഷം നമുക്ക് നല്ല നിലക്ക് വർക്ക് ചെയ്തു പോകാം. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇനിയും ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. കഴിഞ്ഞ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടാകും. ഈ 4ാം വർഷത്തിൽ അതിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അത് ഏതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്? ആ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലോചിക്കാം. ഇപ്പോഴേ ആലോചിച്ച് നോക്കണ്ട. ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരും നടപടി വേണമെന്നൊരു ആവശ്യപ്പെടുന്നു. മാത്രമല്ല പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ട് താങ്കളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പരിഗണിച്ചില്ല എന്നൊരു പരാതിയോട് അവർ പറയുന്നുണ്ട്. അതിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആ പോലീസ് സ്റ്റേഷനിൽ അവരെ പാർപ്പിച്ചു എന്നുള്ളത്, അവരോട് മോശമായി പെരുമാറി എന്നുള്ളത്. അത് സാധാരണ നിലക്ക് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത്.